വിശ്വാസികളുടെ പ്രതിഷേധം മെത്രാനും കത്തനാരും അരമന പൂട്ടി കടന്നു കളഞ്ഞു. പെണ്ണുകേസിലും നിരവധി സാമ്പത്തിക തട്ടിപ്പുകളിലും പെട്ട കളങ്കിതനായ ഓർത്തഡോക്സ് സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഭദ്രാസന സെക്രട്ടറിയും മെത്രാനെ പെൺകണിയിൽപ്പെടുത്തി ഭദ്രാസനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന തീവട്ടിയുമായ ഷൈജു കുര്യൻ എന്ന കത്തനാരെ സഭയിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് ഭദ്രാസന കൗൺസിൽ അംഗങ്ങളും വിശ്വാസി സമൂഹവും ഇന്നലെ അരമനയിൽ വൻപിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗത്വവും പാർട്ടി മെമ്പർഷിപ്പും ലഭിക്കുന്നതിനു വേണ്ടി പത്തനാപുരം സ്വദേശിയായ അഖിൽ വർഗീസ് എന്നയാൾ ഇടനിലക്കാരനായി ലക്ഷങ്ങളുടെ ഇടപാടാണ് കത്തനാർ നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം ITV ന്യൂസിന് ലഭിച്ചു. ഈ പദവിയിലെത്തിയാൽ നിലവിലുള്ള എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് കണക്കുകൂട്ടിയാണ് പാതിരി ഈ ഇടപാടിന് പോയത്. വിശ്വാസികൾ സംഘടിച്ചു വരുന്നതറിഞ്ഞ് ഉച്ചയ്ക്ക് മുൻപ് തന്നെ മെത്രാനും തീവട്ടിപ്പാതിരിയും അരമനയുടെ ഗേറ്റ് പൂട്ടി കടന്നു കളഞ്ഞു. എങ്കിലും അവിടെ കൂടിയ വിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നു. മെത്രാൻ നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് വിശ്വാസികൾ ITV ന്യൂസിനോട് പറഞ്ഞു. അവർ മെത്രാൻ നൽകിയ നിവേദനത്തിൽ പറയുന്ന ആവശ്യങ്ങൾ ഇപ്രകാരമാണ്. 1. സഭയിൽ നിന്നും മുടക്കപ്പെട്ടവനും വ്യാജവൈദികനുമായ ലാൽ കെ തോമസ് എന്ന വ്യക്തിയെ കുരുമ്പൻമൂഴി സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ കുർബാന ചൊല്ലിച്ച് വിശ്വാസികളെ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തു. 2. ഭദ്രാസനത്തിന് ദാനമായി രാജനച്ഛൻ നൽകിയ കോന്നിയിലെ വസ്തുക്കൾ ഭദ്രാസനത്തിനെയും വിശ്വാസികളെയും വഞ്ചിച്ച് സ്വന്തം നേട്ടത്തിനായി സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിച്ച് കൈക്കലാക്കി. 3. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി വിശ്വാസിനികളെ ധാർമ്മികതയ്ക്കും ആത്മീയതയ്ക്കും നിരക്കാത്ത രീതിയിൽ സമീപിക്കുകയും പ്രലോഭിപ്പിക്കുകയും സ്ത്രീത്വത്തെ അവമാനിക്കുകയും ചെയ്തു. 4. മുതിർന്ന വൈദികരെയും ആത്മായരെയും അസഭ്യങ്ങൾ വിളിക്കുകയും അപമാനിക്കുകയും ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 5. ഇരുട്ടിന്റെ മറവിൽ 2018 മുക്കാലുമൺ പള്ളിയിൽ രജിസ്റ്ററിൽ പോലും പേര് ചേർക്കാതെ ഊരും പേരും അറിയാത്ത സ്ത്രീയുടെ മകളെ രഹസ്യമായി മാമോദിസം നടത്തിയതായി അറിയുന്നു. 6. ഭദ്രാസന സെക്രട്ടറി സ്ഥാനം സ്വന്തം നേട്ടത്തിനായി ദുരുപയോഗം ചെയ്ത് സഭയ്ക്കും ഭദ്രാസനത്തിനും അവമതിപ്പുണ്ടാക്കിയ വൈദികനെ നീക്കം ചെയ്യുന്നതിന് ഭദ്രാസന കൗൺസിലും മെത്രാപ്പൊലിത്തയും തയ്യാറാവണം. അതോടൊപ്പം സൺഡേ സ്കൂളിന്റെയും ഭദ്രാസന കൺവെൻഷന്റെയും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുകയും വേണം. ഇനി വിശ്വാസികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. വിശ്വാസികളുടെ പണവും കൊണ്ട് നിന്ന് മുടിക്കും വൈദിക നാണമില്ലേ രാജിവെക്കൂ നിലയ്ക്കലേ മെത്രാച്ച നിക്കോദിമോസ് മെത്രാച്ച പ്രതിഷേധം കാണുന്നില്ലേ പ്രതിഷേധം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം കണ്ടില്ലെങ്കിൽ വടിയും മുടിയും ശ്രീവായോ സഭ തന്നാണേ ഓർത്തോളൂ മുന്നോട്ടും പിന്നോട്ടും നോക്കിയെന്നാൽ ഉദാഹരണങ്ങൾ പലതും കാണാൻ സൂക്ഷിച്ചോ നിലപാടുകൾ മാറ്റിക്കോ എത്രാച്ച നിലപാടുകൾ മാറ്റിക്കോ പ്രതിഷേധം നിലയ്ക്കലിന്റെ പ്രതിഷേധം. സ്വാഗതം പറയാൻ വേണ്ടി VP മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ നിരന്തരമായി വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു വൈദികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഔദ്യോഗിക വേഷത്തിൽ കാസക് അല്ലെങ്കിൽ കമ്മീസ് ധരിച്ചുകൊണ്ട് പടിത്തോപ്പിയും ധരിച്ചുകൊണ്ട് ഒരു വൈദികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിരന്തരമായ കാര്യങ്ങൾ, നിരന്തരമായ തെറ്റുകൾ പതിമൂന്ന് വർഷക്കാലമായിട്ട് ഈ ഭദ്രാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ മനം തൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഓരോരുത്തർ വെച്ച് കൂടിക്കൊണ്ട് വലിയ ഒരു അംഗസംഖ്യ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ തുടരാനാണ് ഭദ്രാസനത്തിന്റെ തീരുമാനമെങ്കിൽ ഈ ഭദ്രാസനം ഇവിടെ തുറക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് വിശ്വാസ സമൂഹം പോകുന്നു എന്ന കാര്യത്തിൽ പല ആളുകളും രാഷ്ട്രീയമുള്ള ആളുകളുണ്ട്. അവർ രാഷ്ട്രീയത്തിൽ പോകുമ്പോഴും ഇത്തരത്തിൽ സഭയിൽ നിന്നോ അങ്ങനെ വിലക്കൊന്നും ഉണ്ടാവാറില്ല.
അപ്പൊ ഈ ഒരു അച്ഛന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം ഒരു ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഭദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇവിടെ പല വൈദികരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ. ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നതിലാണ് പ്രതിഷേധം ഞങ്ങൾക്ക്. ആ പ്രതിഷേധം ഞങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തും. ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ആ പദവി രാജിവെച്ചിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്ത് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അദ്ദേഹം ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പാർട്ടിയിൽ ചേരുമായിരുന്നു, ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ബി.ജെ.പി ചേരാൻ മറ്റു ലക്ഷ്യം വെച്ച് വല്ലതും പോയാണോ? തീർച്ചയായിട്ടും ഇദ്ദേഹം ബി.ജെ.പിയിൽ ഇപ്പൊ ചേർന്നുകൊണ്ട് മാത്രമൊന്നുമില്ല. അങ്ങനെ ഏത് മനുഷ്യനും രാഷ്ട്രീയത്തെ വിശ്വസിക്കാം. പക്ഷെ അദ്ദേഹം ഭദ്രാസനത്തിലെ രണ്ടാമനാണ്. ഒരു ഉത്തരവാദിത്ത പോസ്റ്റിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ പേര് നിരവധിയായ ആരോപണങ്ങൾ, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു രീതിയിലുള്ള നിരവധി ആരോപണങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുക. മാതൃകപരമായ ജീവിതം നയിക്കേണ്ട ഒരു വ്യക്തി അതല്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിലെ വിശ്വാസികൾ പ്രതിഷേധിക്കും. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1-2 ദിവസത്തിനകമായിട്ട് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഏതാണ്ട് ഒരു കോംപ്രമൈസിന്റെ നിലയിൽ അത് അവിടെ മന്ദീഭവിച്ച് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുറ്റം ചെയ്തുവെങ്കിൽ ശിക്ഷ ഉറപ്പാക്കണം എന്നുകൂടെ ഈ മീറ്റിംഗ് ആവശ്യപ്പെടുകയാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾ കാണും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.